സുഹൃത്തുക്കളെ, നാട്ടുവൈദ്യം ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വ്യാപകമായിട്ട് കാണുന്ന ഒരു രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഈ പ്രമേഹ രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വെളിയിൽ വരിക എന്ന് പറയുന്നത് അലോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാണ്. കാരണം ഇന്നേ വരെ ബി.പിക്കും ഷുഗറിനും മരുന്ന് കഴിച്ചിട്ടുള്ള, അലോപ്പതിയിൽ മരുന്ന് കഴിച്ചിട്ടുള്ള ഒരു രോഗിയും ഈ രോഗത്തിൽ നിന്ന് വിമുക്തരായിട്ടില്ല. എന്നാൽ മരുന്നൊന്നും കഴിക്കാതെ പ്രകൃതിയ ചികിത്സാ രീതികളിലൂടെ, യോഗയിലൂടെ പ്രമേഹത്തിൽ നിന്ന് മുക്തി നേടിയ അനേകായിരം പേർ നമുക്ക് ഇടയിലുണ്ട്. അതായത് പ്രമേഹം വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടുവാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യോഗ, പ്രകൃതി ചികിത്സ ഇവയിലേക്ക് തിരിയുക. ഒരിക്കലും നിങ്ങൾക്ക് പിന്നീട് ഷുഗറിൻ്റെ പ്രശ്നമുണ്ടാവില്ല, ഒരു കാരണവശാലും ഉണ്ടാവില്ല. അഥവാ നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന രോഗിയാണെങ്കിൽ കൂടി പ്രകൃതി ചികിത്സയിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും നിങ്ങളുടെ പ്രമേഹം 100% ഇല്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതിൽ ഒരുപാട് അനുഭവസ്ഥരുണ്ട്. അതിൽ ഒരു അനുഭവസ്ഥൻ ഞാനും തന്നെയാണ്. കാരണം കഴിഞ്ഞ 10-15 വർഷമായിട്ട് പ്രമേഹത്തിൻ്റെ പൂർവ്വരൂപങ്ങളെല്ലാം കണ്ടിട്ടുള്ള ഞാൻ ഒരു കാരണവശാലും മരുന്ന് കഴിക്കാതെ പ്രകൃതി ചികിത്സ, യോഗയിലൂടെ തന്നെയാണ് ഞാൻ എന്നെ പരിപൂർണമായിട്ടും സംരക്ഷിക്കുന്നത്. ഇപ്പോൾ എത്ര വേണമെങ്കിലും മധുരം കഴിക്കാം, യാതൊരു പ്രശ്നവുമില്ല. അതേപോലെ തന്നെ ബി.പിക്ക് 25 വർഷം മുൻപ് ബി.പി ഉണ്ടായിരുന്നു, 120/180 ബി.പി ഉണ്ടായിരുന്നു. ഞാൻ ഇന്നേ വരെ മരുന്ന് കഴിക്കാതെ സ്വന്തം ജീവിത ശൈലി ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇത് രണ്ടെണ്ണത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഒരിക്കലും ബി.പി ഉണ്ടാവാറില്ല. ഡെയിലി യോഗ, പ്രാണായാമം, അതേപോലെ തന്നെ പ്രകൃതി ചികിത്സ ഇവ ചെയ്തു കഴിഞ്ഞാൽ ബി.പിയും ഷുഗറും ജീവിതത്തിൽ വരില്ല എന്നുള്ള കാര്യം ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. നമ്മൾ ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതശൈലിയാണ്, രോഗത്തെയല്ല എന്നുള്ള കാര്യത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇനി പ്രമേഹത്തിന് നമ്മൾ സാധാരണയായിട്ട് നാട്ടുവൈദ്യത്തിൽ ചെയ്യുന്നുള്ള മരുന്നുകൾ, അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ വേങ്ങയുടെ കാതലിൻ്റെ പൊടി, വേങ്ങ കാതൽ പൊടി. അത് ഒരു 20 ഗ്രാം എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം രാവിലെ കുടിക്കുകയാണെങ്കിൽ അത് ഷുഗറിന് നല്ലതാണ്. നോർത്ത് ഇന്ത്യയിൽ ഈ വേങ്ങയുടെ കപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് വിജയസാർ എന്നാണ് പറയുക അവിടെ. അപ്പോൾ അവർ പറയുന്നത് ഈ വേങ്ങ കാതൽ കൊണ്ടിട്ടുള്ള കപ്പിൽ, ഈ വിജയസാർ എന്ന് പറയുന്ന ഈ കപ്പിൽ രാത്രി വെള്ളമൊഴിച്ചതിന് ശേഷം രാവിലെ കുടിക്കുകയാണെങ്കിൽ പ്രമേഹത്തിന് വളരെ നല്ലതാണ് എന്നാണ് അവർ പറയുന്നത്. മറ്റൊരു മരുന്ന് ഞാവൽ മരത്തിൻ്റെ തൊലി എടുത്തതിന് ശേഷം അത് ഉണക്കി പൊടിച്ചതിന് ശേഷം അത് കത്തിക്കുക. എന്നിട്ട് ആ ക്ഷാരത്തിൽ നിന്ന് 1 ഗ്രാം വീതം രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് വെള്ളത്തിൽ കലർത്തി നമ്മൾ കഴിക്കുകയാണെങ്കിൽ 1.5 മാസം കൊണ്ട് ഷുഗർ ശരിയാവും എന്ന് പറയുന്നു. ഇനി മറ്റൊരു മരുന്ന് ഞാവൽക്കുരു 1 ഭാഗം, ചുക്ക് 1 ഭാഗം, ചക്കരക്കൊല്ലി 2 ഭാഗം, ഇതെല്ലാം കൂടി എടുത്തതിന് ശേഷം അതിനെ പൊടിക്കുക. ഞാവൽക്കുരു 1 ഭാഗം, ചുക്ക് 1 ഭാഗം, ചക്കരക്കൊല്ലി 2 ഭാഗം, ഇതെല്ലാം കൂടി എടുത്തതിന് ശേഷം അതിനെ പൊടിക്കുക. ഈ പൊടി നമ്മൾ ഓരോ ടീസ്പൂൺ വീതം 2 നേരം നമ്മൾ കഴിക്കുകയാണെങ്കിൽ പ്രമേഹം പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലാകും എന്ന് പറയുന്നു. പക്ഷേ സുഹൃത്തുക്കളെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ പ്രമേഹത്തിന് ഏറ്റവും നല്ല മരുന്ന് വ്യായാമം തന്നെയാണ്. മറ്റൊരു മരുന്നും നമ്മൾക്ക് ആവശ്യമില്ല. ഒരു ആയുർവേദ മരുന്നോ അല്ലെങ്കിൽ അലോപ്പതി മരുന്നോ നമുക്ക് ആവശ്യമില്ല. വെറും യോഗ കൊണ്ട് മാത്രം, ഭക്ഷണ രീതി കൊണ്ട് മാത്രം നമുക്ക് പ്രമേഹത്തെ പരിപൂർണമായിട്ട് നമുക്ക് നിയന്ത്രണത്തിൽ വരാൻ സാധിക്കും. ഇപ്പോൾ യോഗ ചെയ്യാൻ പറ്റില്ലാത്തവർ സൂര്യ നമസ്കാരം ചെയ്യുക. അതും സൂര്യപ്രകാശത്തിൽ ചെയ്തു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് നമ്മൾക്ക് പ്രമേഹത്തിൽ നിന്നും പരിപൂർണമായിട്ട് വിമുക്തി കിട്ടും. കൂടുതൽ വേവിക്കാത്ത പച്ചക്കറികൾ, പഴങ്ങൾ ഇവ കൂടുതൽ ഉൾപ്പെടുത്തുക. ഏറ്റവും നല്ലത് എക്സസൈസ് തന്നെയാണ്. കൂടുതൽ നടക്കുക, കൂടുതൽ യോഗ ചെയ്യുക, പ്രാണായാമം ചെയ്യുക. അതേപോലെ തന്നെ പ്രകൃതി ചികിത്സാ രീതികൾ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹത്തിൽ നിന്നുള്ള എല്ലാ കോംപ്ലിക്കേഷനും ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഒരിക്കലും നിങ്ങൾക്ക് ഇൻസുലിൻ വേണ്ട, ഒരിക്കലും മരുന്ന് വേണ്ട, ഒന്നും തന്നെ ഇല്ലാതെ പ്രമേഹത്തിന് പരിപൂർണമായിട്ടും ഭക്ഷണത്തിൻ്റെ, അതേപോലെ തന്നെ എക്സസൈസിൻ്റെ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും ഈ രോഗത്തിൽ നിന്ന് മോചനം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.